ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷാമ്പു പ്രോപ്പറായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കേട്ടോ. കാരണം ഇന്നും പലർക്കും അറിയുന്നില്ല ഷാമ്പു എന്തിനുള്ളതാണ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ ചെറിയ രീതിക്ക് നമ്മൾ ഷോർട്ടായിട്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാനും ലോങ് വീഡിയോ ഒന്നും അല്ല. അപ്പോൾ ആദ്യം ഷാമ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാമ്പു നമ്മുടെ സ്കാൽപ്പിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഹെയർക്ക് ഉള്ളതല്ല ഷാമ്പു. ഓക്കെ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഷാമ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനാണ്. നമ്മുടെ മുടിയിലുണ്ടാവുന്ന ഡേർട്സും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളൊരു സോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ ബോഡി ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വൃത്തിയാക്കി കൊണ്ടുവരുന്നത്, അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഷാമ്പു നമ്മുടെ സ്കാൽപ്പിലും ചെയ്യുന്നത്. അപ്പോൾ സ്കാൽപ്പിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷാമ്പു. അത് നിങ്ങൾ ആദ്യം മനസ്സിൽ കരുതിയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ഇന്നും അറിയില്ല ഷാമ്പു എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ഈ പറയുന്ന 5 കാര്യങ്ങൾ തെറ്റായ രീതിയിലാണ് നിങ്ങൾ ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് ഒരു കാരണം ഈ ഒരു ഷാമ്പു നിങ്ങൾ ശരിയായി ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഷാമ്പു ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് മേടിക്കേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിലും ഞാനൊരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ആദ്യത്തെ റൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഷാമ്പു ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ മുടിയിൽ എണ്ണയുണ്ടോ അല്ലെങ്കിൽ ഹെയർ മാസ്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തണം. ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ടുള്ള ഹെയറിൽ ആരും തന്നെ ഡയറക്റ്റ് ആയിട്ട് ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. ഷാമ്പു അപ്ലൈ ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ടും നമ്മുടെ മുടിയിലാണെങ്കിലും സ്കാൽപ്പിലാണെങ്കിലും ഓയിലിൻ്റെ അംശം വേണം. അതുപോലെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. ഓയിലും അതുപോലെ തന്നെ എയർ മാസ്ക്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം മസ്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിലോ മുടിയിലോ ഉണ്ടായിരിക്കണം. എന്നതിന് ശേഷം വേണം നമ്മൾ ഷാമ്പു വാഷ് ചെയ്യാനായിട്ടും. ഇനി നമ്മൾ തലേന്ന് ഇതുപോലെ ഹെയർ മാസ്കോ അല്ലെങ്കിൽ ഹെയർ ഓയിലൊക്കെ ഇട്ട് കുളിച്ചൊന്നും ഇരിക്കട്ടെ, പിറ്റേന്ന് നമുക്ക് പുറത്തോട്ട് പോകേണ്ട ഒരു ആവശ്യം വന്നു, അപ്പോൾ വീണ്ടും നമുക്ക് ഷാമ്പു ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് നേരത്തെയെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്ത് നിന്നതിന് ശേഷം വേണം ഷാമ്പു ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും മസ്റ്റാണ്. ആരും ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ പോയിട്ട് ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട്, അതായത് വെള്ളത്തിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു ഷാമ്പു ഉപയോഗിക്കാനായിട്ട്. ഡയറക്റ്റായിട്ട് ഷാമ്പു ഉപയോഗിക്കരുത്, കാരണം അതിനകത്ത് കെമിക്കൽസ് ഉണ്ട്. കെമിക്കൽസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നല്ല കെമിക്കൽസും ചീത്ത കെമിക്കൽസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കെമിക്കൽസിൽ നിന്ന് നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷാമ്പുവിനെ നേർപ്പിച്ചെടുക്കാൻ പറയുന്നത്, ഡൈല്യൂട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ ആയതുകൊണ്ട് അല്പം വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇപ്പോൾ ഓരോരുത്തരുടെ മുടി 1 രൂപയുടെ കോയിനില്ല, 1 രൂപയുടെ കോയിൻ്റെ അളവിൽ അത്ര മാത്രം മതിയിട്ട്. അതിപ്പോൾ ഓരോരുത്തരുടെ സ്കാൽപ്പ് അനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയിരിക്കും. അപ്പോൾ ഇത് കുറഞ്ഞ അളവിൽ ഷാമ്പു എടുത്തിട്ട് അതിനകത്ത് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം അതിങ്ങനെ നന്നായിട്ട് പതിപ്പിച്ചിട്ട് വേണം നമ്മൾ മുടിയിലല്ല നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അത് നമുക്ക് വരുന്നുണ്ട്, ആ റൂൾസ് വരുന്നുണ്ട്, നമുക്കിപ്പോൾ പറയാം കേട്ടോ അത് എന്താണെന്ന്. അതുപോലെ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് വെറ്റായിട്ടുള്ള ഹെയറിലേക്ക് നമ്മൾ ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ കംപ്ലീറ്റ് സ്കാൽപ്പ് ആണെങ്കിലും മുടിയാണെങ്കിലും നനച്ചതിന് ശേഷം വേണം നമ്മൾ ഷാമ്പു ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ഷാമ്പു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനും. പിന്നെ എന്ന് പറയുന്നത്, നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഷാമ്പു ഉപയോഗിച്ച് വെള്ളമൊക്കെ കഴിഞ്ഞ് നമ്മൾ തുടയ്ക്കാൻ പോവില്ലേ, ആ സമയത്ത് ജസ്റ്റ് നമ്മൾ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കഴുകി. കാരണം ആ ഒരു ഷാമ്പൂവിനകത്തിരിക്കുന്ന കെമിക്കൽസിൻ്റെ അംശം നമ്മുടെ സ്കാൽപ്പിൽ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ കഴുകി കളഞ്ഞ് വേഗം തോർത്തിയിട്ട് വരരുത്. ഓക്കെ, നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി മസാജൊക്കെ ചെയ്ത് കംപ്ലീറ്റും പോയതിനു ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് എന്നിട്ട് വേണം നമ്മൾ മുടി കെട്ടിവെക്കാനായിട്ട്, അല്ലെങ്കിൽ മുടി നമുക്കത് തുടച്ചെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ കുറച്ച് പേരുണ്ട് 2 തവണ ഷാമ്പു ഉപയോഗിക്കുന്ന ആൾക്കാർ കേട്ടോ. ഒരു തവണ ആദ്യം ഉപയോഗിക്കും, എന്നിട്ട് വീണ്ടും പോരാൻ തോന്നിയിട്ട് വീണ്ടും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഡബിൾ ക്ലെൻസിങ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് അനുഭവപ്പെടും കേട്ടോ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഉണ്ടാവുന്ന മുടി വളർച്ച സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അങ്ങ് കുട്ടി ചോറാക്കി തരും ഈ ഷാമ്പു. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞിട്ട് ആരും നിൽക്കരുത്, ഒരൊറ്റ തവണ മര്യാദയ്ക്ക് കഴുകിയേച്ച് വന്നാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാമ്പു അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഒരു വരകലാണ് കേട്ടോ, മൊത്തത്തിൽ അങ്ങോട്ട് ഒരു വരകലാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കൂടുതലാവും, അതുപോലെ തന്നെ മുടി വളർച്ച
മുരടിച്ച് പോകും കേട്ടോ അവിടെ. കാരണം അവിടെ നമ്മുടെ നഖമൊക്കെ പോടി ഡാമേജായി അവിടുത്തെ ആ ഒരു മുടി വളരാനുള്ള കാര്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് മുടി വരുന്ന കാര്യം മുരടിച്ച് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പതുക്കെ, നമ്മുടെ സ്കാൽപ്പാണ്, നമ്മുടെ തലയാണ്, പതുക്കെ വേണം നിങ്ങൾ ചെയ്തു വരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിനകത്ത് പറയാൻ പോകുന്ന മെയിൻ കാര്യമുണ്ട്. ഷാമ്പു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഈ ഡയലൂട്ട് ചെയ്തിട്ട് 4 ഭാഗങ്ങളിൽ നമ്മളിത് ശരിയാവണ്ണം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മുടീനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഷാമ്പു എടുക്കുന്നു, വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു പോർഷനിൽ കേട്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ അല്പം ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം അല്പം ഇവിടെ ഒഴിക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക കേട്ടോ. ഈ ഒരു പോർഷൻ നല്ല ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക. പിന്നത്തെ ഭാഗം എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ചുഴി എന്നൊക്കെ പറയില്ലേ, നമുക്കിപ്പോൾ ആൺകുട്ടികളുടെ മുടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് ഇങ്ങനെ കുഞ്ഞു വാവുകളുടെ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ മുടി നോക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നമുക്ക് ചുഴിയായിട്ട് കാണാം. ഒരാൾക്ക് ചില കുട്ടികൾക്ക് 1 ചുഴി, 2 ചുഴി, 3 ചുഴി, അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ ആ ഒരു ചുഴിയുടെ ആ ഒരു ഏരിയയിലും നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക, സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നത്തെ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സൈഡാണ് നമ്മുടെ ഈ ഒരു ചെവിയുടെ മുകൾ ഭാഗത്ത് കേട്ടോ. ഈ ഒരു പോർഷനിലും നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ മസാജ് ചെയ്ത് ഇങ്ങോട്ട് പോകുക. പിന്നെ നമ്മളിതങ്ങനെ മസാജ് ചെയ്ത് ഈ ഒരു സൈഡ് കവർ ചെയ്യുക. ഓക്കെ, ഈ ഒരു സൈഡ് ശേഷം നമുക്ക് നമ്മുടെ ഈ ബാക്ക് ഭാഗത്ത്, ഈ ഒരു ബാക്ക് വശത്തിൽ വേണം പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാനായിട്ട്. ഈ ഒരു ബാക്ക് ഭാഗം നമ്മുടെ കഴുത്തിൻ്റെ മേൽഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് അവിടെ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു 4 ഭാഗങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ മുടീന് ഒരു ഡാമേജും ഇല്ലാതെ ഷാമ്പൂന്ന് നിന്ന് രക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിയിലെല്ലാം നമ്മൾ തെറ്റ് വരുത്തുമ്പോഴാണ് നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുതലാവുന്നതും അതുപോലെ തന്നെ മുടി ഡ്രൈ ആവുന്നതും. ഡ്രൈ ആവാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ മുടി ഈ ഒരു ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും മുടിയുടെ അറ്റത്ത് ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഈ ഒരു ഭാഗത്ത് മസാജ് ചെയ്യാൻ പാടില്ല, സ്കാൽപ്പിൽ ജെൻറ്റലായിട്ട് മസാജ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ഈ ഒരു ഫിംഗറിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നഖം വെച്ചിങ്ങനെ കോറരുത്, മാന്തി പൊളിക്കരുത്. ജസ്റ്റ് ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുമല്ലോ. അപ്പോൾ ഈ മസാജ് കൊടുത്ത് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഷാമ്പൂവിൻ്റെ അംശങ്ങളെല്ലാം കംപ്ലീറ്റ് മുടിയിലോട്ട് വരും. നമ്മൾ പ്രത്യേകിച്ച് ആ മുടി എടുത്തിട്ട് റബ്ബ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ഷാമ്പു ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് അങ്ങ് ഒലിച്ച് ഇറങ്ങിക്കോളും, നമ്മുടെ മുടിയിലേക്ക് ഇറങ്ങിക്കോളും കേട്ടോ. അത് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് മുടീൻ്റെ അറ്റത്തൊക്കെ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങളുടെ മുടി ഡ്രൈ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണോ ഷാമ്പു ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് നോക്കി കാണുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാമ്പു ഇപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ ഞാനടക്കം ഇപ്പോൾ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടീഷണർ ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ കണ്ടീഷണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ കേട്ടിരിക്കുന്നത് മുടീനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണർ എന്നുള്ളതാണ്. ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടീനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ ഓക്കെ, കണ്ടീഷണർ ഓക്കെ ആണ്. പക്ഷെ നമുക്ക് ഡീപ്പായിട്ട് മുടിയെ ഒരിക്കലും പ്രൊട്ടക്ഷൻ ചെയ്യില്ല. നമ്മൾ ഷാമ്പു മുടിയുടെ അറ്റത്താണ് കേട്ടോ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരിക്കലും സ്കാൽപ്പിൽ ഈ ഷാമ്പു അല്ല കണ്ടീഷണർ, ഒരിക്കലും നമ്മൾ മുടിയുടെ അറ്റത്താണ് ചെയ്യുന്നത്, സ്കാൽപ്പിലല്ല കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. മുടിയുടെ അറ്റത്താണ് ഈ ഒരു കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മുടിയുടെ ആ ഒരു ഭാഗത്തുള്ള എന്താ പറയുക, നമുക്ക് മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് വെക്കാനൊക്കെയാണ് ഈ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുന്നുണ്ട്. പ്രൊട്ടക്ഷൻ നമുക്ക് ചെറിയ രീതിക്ക്, അതായത് മുടിയുടെ ആ ഒരു മേൽ നോക്കിയിട്ടുള്ള ഭാഗം മാത്രമേ ഈ ഒരു കണ്ടീഷണർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഇടുന്നില്ല, മേക്കപ്പ് ഇടുന്ന എന്തിനാണ്, നമുക്ക് ഒന്നും കൂടി സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ടില്ലേ. അത് തന്നെയാണ് നമ്മുടെ കണ്ടീഷണറും ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയ രീതിക്ക്. അപ്പോൾ ഇതിനേക്കാളും നല്ല നല്ല കാര്യങ്ങൾ വേറെ നമുക്ക് കിടക്കുമ്പോൾ അത് നല്ല ഡീപ്പായിട്ട് നമുക്ക് പ്രൊട്ടക്ഷനും ചെയ്യില്ല. ഈ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ഡീപ്പായിട്ടുള്ള പ്രൊട്ടക്ഷനും നമുക്ക് ഒരിക്കലും ഈ കണ്ടീഷണർ തരത്തില്ല. മേൽ നോക്കിയിട്ടുള്ള ആ ഒരു മേൽ ഭാഗത്തുള്ള ആ ഒരു ലെയറിൽ മാത്രമാണ് അതിൻ്റെ കോട്ടിങ് നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷണറേക്കാളും സൂപ്പറായിട്ടുള്ള അടിപൊളി കാര്യങ്ങൾ വേറെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞൊന്നും മാത്രമേ ഇതിൻ്റെ കൂടുതൽ, കാരണം നമ്മൾ ഇന്ന് ഷാമ്പു മാത്രമല്ല അതിൻ്റെ കൂടുതൽ കണ്ടീഷണർ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഷാമ്പു മേടിക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നോക്കി മേടിക്കാനായിട്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ pH നോക്കി വാങ്ങിക്കാനാണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിന് ചേർന്ന pH വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ലെവൽ നോക്കിയിട്ട് വേണം നിങ്ങൾ മേടിക്കാനായിട്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ഷാമ്പു ഉണ്ട്, അതായത് ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ പത തരുന്ന ഷാമ്പു ഉണ്ട്, പിന്നെ ലൈറ്റ് പത തരുന്ന ഷാമ്പു ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള രീതിക്കുള്ള ഷാമ്പു ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അതായത് ലൈറ്റ് ആയിട്ടുള്ള രീതിക്കുള്ള ഷാമ്പു, ഹെവി ആയിട്ട് നമുക്കിങ്ങനെ നിറഞ്ഞ് പൊങ്ങുന്ന രീതിക്കുള്ള ഷാമ്പു ഒന്നും വേണ്ട. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ
ലൈറ്റായിട്ടുള്ള ഷാമ്പു കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി മേടിക്കുക. ഇനി ഈ ഒരു ഷാമ്പൂവിൽ മാത്രമൊന്നും അല്ല കേട്ടോ കാര്യം. നമുക്ക് ഉറക്കം, സ്ട്രെസ്സ്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള പോഷകാഹാരങ്ങൾ ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചേ മതിയാവൂ. എങ്കിലും നമുക്ക് ഒരു പരിധി വരെ ഷാമ്പു ഉപയോഗിക്കുന്നത് മൂലം ഒരുപാട് നമുക്ക് ഈ മുടി കൊഴിച്ചിലിനൊരു കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ തെറ്റുവരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടി നല്ല രീതിക്ക് കൊഴിയും. ഞാനും ഇതിനകത്ത് 1-2 കാര്യങ്ങൾ ഞാനും തെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ മുടിയുടെ അറ്റമൊക്കെ ഉണ്ടല്ലോ, അറ്റ ഭാഗത്തൊക്കെ ഞാൻ ആദ്യം ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് അവിടെ നന്നായിട്ട് പതപ്പിച്ച് കഴുകാറുണ്ട്, സ്കാൽപ്പിൽ മാത്രമല്ല. അപ്പോൾ ഷാമ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പ് ക്ലീനിങ്ങിനുമാണ്, ഒരിക്കലും മുടിയിലേക്കല്ല കേട്ടോ. നമ്മുടെ മെയിൻ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനാണ് ഷാമ്പൂ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ബോഡിയിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് എന്തിനാ നമ്മൾ കുളിക്കുന്നത്? നമ്മുടെ ബോഡി വൃത്തിയാവാൻ വേണ്ടിയിട്ടില്ല. ആ ഒരു പ്രോസസ്സിങ് തന്നെയാണ് ഈ ഒരു ഷാമ്പൂവും ചെയ്യുന്നത്. ഷാമ്പൂ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരൊറ്റ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം ഈ ഒരു ഷാമ്പൂ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഷാമ്പൂ മേടിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മേടിക്കുക. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഇന്ന് മുതൽ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.